നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആരാരും അറിയാതിരുന്ന ഒരു ഗ്രാമത്തിലെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി വളരെ പെട്ടെന്ന് പ്രശസ്തനായി. ജീവൻ വെടിഞ്ഞ് മൂന്നാം നാൾ ഗോപൻ സ്വാമി ലോക പ്രശസ്തനായി. ഇപ്പോൾ പൊളിക്കുമെന്ന് പറഞ്ഞു വന്ന സമാധിപീഠത്തിൽ ആരും ഇതുവരെ തൊട്ടില്ല. 5ാം നാളായ ഇന്നാണ് ട്വിസ്റ്റ്. സമാധിപീഠം തുറക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. പോലീസ് എഫ്ഐആർ ഇടുന്നതനുസരിച്ച് ഗോപൻ സ്വാമിയുടെ മക്കൾ ലോക പ്രശസ്തരാകും. അവർ കുറ്റക്കാരാണോ സത്യസന്ധരാണോ എന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാകും. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ എന്നയാളുടെ സമാധി കേസിൽ അടിമുടി ദുരൂഹതയാണ് ആരോപിക്കപ്പെടുന്നത്. മരിച്ച ഗോപൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായെന്നായിരുന്നു മകൻ രാജസേനൻ പറഞ്ഞത്. മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഇന്നലെ ഈ സമാധി പീഠം തുറക്കാനുള്ള പോലീസിന്റെ ശ്രമത്തിൽ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷം, പ്രതിഷേധമൊക്കെ അരങ്ങേറി. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമകളും സമാധി സ്ഥലത്ത് പ്രതിഷേധിച്ചു. പിതാവ് സമാധിയിരിക്കുന്ന സ്ഥലമാണ്, വിശുദ്ധമായ സ്ഥലമാണിത്. സമാധിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. പോലീസിന്റെ നടപടി ഏകപക്ഷീയമാണ്. ഞങ്ങളുടെ മരണത്തിന് ശേഷമേ കല്ലറ പൊളിക്കാൻ കഴിയൂ എന്നാണ് മകൻ പറഞ്ഞത്. അതേസമയം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി കല്ലറ പൊളിക്കുമെന്ന് സബ് കളക്ടർ OV ആൽഫ്രഡ് പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കല്ലറ എന്ന് പൊളിക്കണം എന്നുള്ള തീരുമാനം ഇന്നെടുക്കുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. എല്ലാം നിയമപരമായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ സമാധിപീഠം പൊളിക്കാതിരുന്നത്. ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും സമാധിപീഠം എന്ന് പൊളിക്കണമെന്ന് നാളെ, അതായത് ഇന്ന് തീരുമാനിക്കുമെന്നും സബ് കളക്ടർ ഇന്നലെ പറഞ്ഞു. സംഭവം മതപരമായ വിഷയം ഉണ്ടാക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല. ഇതിൽ ഉണ്ടായിട്ടുള്ള അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബാംഗങ്ങൾക്ക് പിന്നാലെ നാട്ടുകാരിൽ ചിലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് തൽക്കാലം കഴിഞ്ഞ ദിവസം ഈ സമാധിപീഠം തുറക്കേണ്ട എന്ന് സബ് കളക്ടർ ആൽഫ്രഡ് തീരുമാനിച്ചത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു നടപടി. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നറിയിച്ച് പ്രതിഷേധിച്ച കുടുംബത്തെ സ്ഥലത്തു നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ സമാധിപീഠം തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നതോടെയാണ് നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചത്. നിലവിൽ നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. സംഭവത്തിൽ കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.